പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല. തുർക്കിയിൽ വെച്ച് പലതവണ ചർച്ച നടത്തുന്നു, എല്ലാം അലസിപ്പിരിയാണ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം നടത്തി. അവിടുത്തെ പെഷവാറിലെ സൈനിക കേന്ദ്രത്തിനോ മറ്റോ നേരെയായിരുന്നു ആക്രമണം. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞില്ല ഇല്ല, എങ്കിലും പാകിസ്ഥാൻ അജ്ഞാതർ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. തിരിച്ചിപ്പോൾ എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു ആക്രമണമുണ്ട്. ഇതൊരു പ്രത്യാക്രമണമാണെന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ സംഭവം? ഇന്ന് പുലർച്ചെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. ആ വ്യോമാക്രമണത്തിൽ 10 പേര് കൊല്ലപ്പെട്ടു. അതിൽ 9 കുട്ടികൾ, ഒരു സ്ത്രീ. അപ്പോൾ കുട്ടികളാണ് കൂടുതലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലൊരു വ്യോമാക്രമണം നടത്തിയപ്പോൾ ഒരു 5-6 മാസം മുമ്പ് സ്ത്രീകളും കുട്ടികളും മരിച്ചിരുന്നു. അതായിരുന്നു ആദ്യത്തെ സമീപകാലത്ത് വ്യോമാക്രമണം നടന്ന ആദ്യത്തെ ഒരു സംഭവം. പിന്നീട് കാബൂളിലും നടന്നല്ലോ അടുത്ത കാലത്ത്. അപ്പൊ ഇത് ഗോസ്ത് പ്രവിശ്യയിലാണ് ഇത്. ഒരു വീടാണ് ആക്രമിച്ചത്. ഗുർബുസ് ജില്ലയിലെ മുഗൾ ഗായ് മേഖലയിലായിരുന്നു ആക്രമണം. പാതിരക്ക് 12:30 ഒക്കെ ആയപ്പോൾ കുനാർ പാക്ടിക്ക മേഖലകളിലും ആക്രമണം നടന്നു. അതിൽ 10-20 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗോസ്തിലെ ഗബ്സുവ ജില്ലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പാക് അധിനിവേശ സേനയാണ് ആക്രമണം നടത്തിയെന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചു. പാകിസ്ഥാന്റെ അധിനിവേശ സേന ആണ് നടത്തിയിരിക്കുന്നത്. വിലായത് ഖാൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണ് ആക്രമിച്ച വീട് മൊത്തം തകർന്നു പോയി. അപ്പോൾ ഈ കൊല്ലപ്പെട്ട കുട്ടികൾ 9 പേര്, അതിൽ 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ വക്താവ് സബീഹുള്ള മുജാഹിദാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലേന്ന് മിനിയാന്ന് പാകിസ്ഥാൻ പെഷാവറിൽ ഇരട്ട ചാവേർ ആക്രമണം, 2 ചാവേറുകൾ ആക്രമണം നടത്തിയിരുന്നു. അർദ്ധസൈനിക കേന്ദ്രത്തിന്റെ മുഖ്യ പ്രവേശന കവാടത്തിൽ വന്നിട്ട് ഒരു ചാവേർ ആക്രമണം നടത്തുന്നു. അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പിന്നെ ഒരു ചാവേറ് വേറെ പോരാളികളുമൊക്കെ കടന്നു കയറുന്നു. എന്നിട്ട് അതിന്റെ അകത്ത്, സൈനിക കേന്ദ്രത്തിന്റെ അകത്ത് ആക്രമണം നടത്തുന്നു. ഇതാണ് പെഷാവറിൽ നടന്നത്. അപ്പോൾ ഇത് ഒക്ടോബർ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ രൂക്ഷമായ ആക്രമണവും പ്രത്യാക്രമണങ്ങളും സംഘർഷവും ഒക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പാകിസ്ഥാന്റെ ടാങ്കുകളൊക്കെ അതിർത്തിയിൽ പിടിച്ചുകൊണ്ടുപോയി, അഫ്ഗാനിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയി. അതൊക്കെ ഓടിച്ച് രസിക്കുന്നതും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ദോഹയിൽ വെച്ച് ചർച്ച നടന്നു. ആ സംഘർഷത്തിന് ശേഷം ദോഹയിൽ ചർച്ച നടക്കുന്നുണ്ട്. താൽക്കാലികമായ വെടിനിർത്തൽ നടന്നു. അത് കഴിഞ്ഞ് തുർക്കിയിൽ വെച്ചിട്ട് നടക്കുമ്പോൾ അത് അലസിപ്പോയതൊക്കെ നമ്മൾ ചർച്ച നടന്നിരുന്നു. സംഘർഷം തുടരും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ സംഘർഷം, യുദ്ധം എന്ന് നമുക്ക് പറയാം, തുടരുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് തെഹ്രീക്ക് താലിബാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിർത്താനായിട്ട് സാധ്യതയില്ല. 2022 മുതൽ ഈ കാബൂൾ, ഗോസ്ത്, ജലാലാബാദ്, പാക്ടിക്ക ഈ മേഖലകളിലൊക്കെ പരസ്പരം ആക്രമണവും പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. തെഹ്രീക്ക് താലിബാൻ TTP ആണ് ചെയ്യുന്നത്. TTPക്ക് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും എമിറേറ്റുകൾ സ്ഥാപിക്കണം എന്ന ആഗ്രഹമുള്ള സംഘടനയാണ് തെഹ്രീക്ക് താലിബാൻ, TTP. ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നും ഡുറാൻഡ് ലൈൻ ഇല്ലേ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി, അത് അംഗീകരിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞൻ ഒരു അഫ്ഗാൻ നേതാവിനെ ഇതിൻ്റെ ഇടയ്ക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ പെഷാവർ ആക്രമണത്തിന് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഈ 2 രാജ്യങ്ങളുടെയും തന്ത്രപ്രതിനിധികൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ പെഷാവറിൽ ഫ്രോണ്ടിയർ കോൺസ്റ്റാബുലറി ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം, പെഷവാർ ഫ്രോണ്ടിയർ കോൺസ്റ്റാബുലറി ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ആക്രമിച്ചത്. 3 പേര് കൊല്ലപ്പെട്ടു അവിടെ. അപ്പോൾ
പാകിസ്ഥാൻ്റെ കോൺസൽ ജനറൽ ജലാലാബാദിലെ, അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിലെ പാകിസ്ഥാൻ കോൺസൽ ജനറൽ ഷഫാഖത്തുള്ള ഖാൻ അഫ്ഗാനിസ്ഥാനിലെ നങ്കർഹാറിലെ ഗവർണർ മുല്ല മുഹമ്മദ് നയീം അഖുണ്ടിനെയാണ് കണ്ട് സംസാരിച്ചത്. അപ്പോൾ രണ്ട് പേരും തമ്മിൽ കണ്ട ശേഷവും പ്രയോജനം ഉണ്ടായില്ല എന്നാണ് വ്യോമാക്രമണം നടന്നപ്പോൾ വ്യക്തമായത്. അവർ തമ്മിൽ സംസാരിച്ച ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ പെഷാവർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലമാണ്. തിങ്കളാഴ്ച 2 ചാവേർ ബോംബർമാർ ആണ് ആക്രമണം നടത്തിയത് ഈ അർദ്ധസൈനിക കേന്ദ്രത്തിൽ. അപ്പോൾ ആദ്യ ചേവർ ഈ പറഞ്ഞ പോലെ പ്രവേശന കവാടം തകർത്തു, മറ്റേയാൾ അകത്ത് കടന്നു, അതിൻ്റെ കൂടെ വേറെ ഭടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കുള്ള സ്ഥലത്താണ് ഈ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രത്തിലാണ് അത്. അപ്പോൾ ഈ ഗേറ്റിൽ ഉണ്ടായിരുന്ന 3 ഭടന്മാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. കാരണം ചാവേർ ആക്രമണം അവിടെ നടന്നതുകൊണ്ട് 3 പേര് കൊല്ലപ്പെട്ടു. 2 അക്രമികൾ അകത്ത് കടന്ന് 2 അക്രമികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 2 ആഴ്ച മുമ്പ് ഇസ്ലാമാബാദിൽ കോടതിക്ക് പുറത്തൊരു ചാവേർ ആക്രമണം നടന്നിട്ട് 12 പേര് കൊല്ലപ്പെട്ടിരുന്നു. നമ്മളത് ചർച്ച ചെയ്തതാണ്. പെഷാവറിലെ ആക്രമണം രാവിലെ 8 മണി കഴിഞ്ഞിട്ടായിരുന്നു. 150 പട്ടാളക്കാർ അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 150 പേരും വേണമെങ്കിൽ കാച്ചിക്കളയാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ പോയത്. പ്രഭാതത്തിൽ ഡ്രില്ലുണ്ടല്ലോ, അഭ്യാസങ്ങൾ, അതിനുവേണ്ടി ഒത്തുകൂടിയവരായിരുന്നു 150 പേര്. അവർ പക്ഷെ പരേഡ് മേഖലയിൽ എത്തിയിരുന്നില്ല 150 പേര്. അതാണ് വലിയ രക്ഷപ്പെട്ടത്. ഇത് ഈ സുനേരി മസ്ജിദ് റോഡിലാണ് ഇപ്പോൾ നടന്ന ഈ പെഷാവറിൽ നടന്ന ആക്രമണം. അത് പെഷാവർ കന്റോൺമെൻറ്റിൽ തന്നെയാണത്. മറ്റേ ഖൈബർ പക്തൂൺഖ്വയിലെ അർദ്ധസൈനിക, ഖൈബർ പക്തൂൺഖ്വയെ കൈകാര്യം ചെയ്യാനുള്ള അർദ്ധസൈനിക വിഭാഗമാണ് ഈ പെഷാവറിൽ ഉള്ളത്. 1913 ഈ ഫ്രോണ്ടിയർ കോർ രൂപീകരിച്ചത്, ഈ അർദ്ധസൈനിക വിഭാഗം. ബോർഡർ മിലിറ്ററി പോലീസും സമാന റൈഫിൾസ് ഈ 2 വിഭാഗങ്ങളും കൂടി ലയിച്ചിട്ടാണ് ഈ ഫ്രോണ്ടിയർ ഫോഴ്സ് അതിർത്തി സേന ഉണ്ടായത്. ഇപ്പോൾ ഈ ആസ്ഥാനം, പെഷാവറിലെ ആസ്ഥാനത്തുള്ള ആ സേന ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം, പെഷാവറിലെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം TTPയുടെ ഭാഗമായിട്ടുള്ള ജമാഅത്തുൽ അഹ്റാർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ TTP തന്നെയാണ് അവിടെ പെഷാവറിലെ ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനുള്ള പ്രത്യാക്രമണമായിട്ടാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.